വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. നമ്മൾ കണ്ടതിലും അധികമാണ് അവിടുത്തെ അനാസ്ഥ. അത് ഇപ്പോൾ ദീപക് പോയി നേരിട്ട് സംസാരിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. ദീപക്, പല വീടുകളും കാട് പിടിച്ച് ഒരു വർഷമായിട്ട് കിടന്ന് ഇപ്പം മോശം അവസ്ഥയിൽ തന്നെ ആയിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ചുമരുകൾ തന്നെ നമുക്ക് കാണാം, അല്ലേ? തീർച്ചയായും അരുൺകുമാർ, വീട് എല്ലാം പണി കഴിപ്പിച്ചതാണ്. ഇവിടെ വെള്ളമില്ലെന്ന് പറയാൻ പറ്റില്ല. കാരണം നമുക്ക് കാണാം ചുറ്റും ഈ കാരാപ്പുഴ ഡാമിന്റെ റിസർവോയർ ഭാഗമായ ഈ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലമാണ്. പക്ഷേ കുടിവെള്ളമായി അത് ഉപയോഗിക്കാൻ പറ്റില്ല. അതിന്റെ കരയിലുള്ള, അതായത് ഇവരുടെ വീടിന്റെ താഴ്ഭാഗത്തുള്ള ഈ കരയിലായി ഇവർ കുഴിച്ച താൽക്കാലിക കിണറുകളിൽ നിന്നാണ് ഇപ്പോൾ ഈ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കുടിവെള്ളം എടുക്കുന്നത്. അതുതന്നെ ഇവർ നേരത്തെ നമ്മളിവിടെ എത്തിയ സമയത്ത് നമ്മളോട് ചോദിച്ചിരുന്നു. അവർ വളരെ വലിയ ബുദ്ധിമുട്ടിലാണ്. ഈ വെള്ളം എങ്ങനെയാണ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വെള്ളം കൊണ്ടുവരാറ്? താഴെ ഒരു കുഴിയുണ്ട്, ഇറങ്ങിപ്പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവിടുന്ന് കയറ്റി കൊണ്ടുവരും. വയ്യാത്തല്ലേ, ഇവിടുന്ന് ഒരു കുട കയറ്റുമ്പോ തന്നെ മടുക്കും. അത്രയും ബുദ്ധിമുട്ടാണ്. ട്രൈബൽ പ്രൊമോട്ടറൊക്കെ ഉണ്ടോ ഇവിടെ? ട്രൈബല് ഇന്നാള് വന്നിരുന്നു പുതിയതായിട്ട് ചാർജ് എടുത്ത്. അവരെന്താ വന്ന് പറഞ്ഞു? വെള്ളത്തിന്റെ കാര്യം നിങ്ങൾ അവരോട് പറഞ്ഞിരുന്നോ? എല്ലാം പറയും, വരുമ്പോ നോക്കാന്ന് പറയും. അതന്നെല്ലാം പറയാൻ പറ്റുള്ളൂ. വാർഡ് മെമ്പറോട് സംസാരിച്ചോ? വാർഡ് മെമ്പർ എന്താ പറയുന്നു? ആകെ സപ്പോർട്ട് ഉള്ളത് മെമ്പറായിട്ടാണ്. ഇപ്പൊ നമ്മളിവിടുത്തെ കാര്യങ്ങൾ ഇപ്പൊ മഴക്കാലമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടും ഇതുവരെ സപ്പോർട്ട് ചെയ്തത് നമ്മളെ മെമ്പർ മാത്രമാണ്. പക്ഷെ മെമ്പർക്ക് അറിയത്തില്ല നമ്മൾ എവിടുന്ന് വന്നതൊന്നും അറിയത്തില്ല മെമ്പർക്ക്. പക്ഷെ എന്നാലും സപ്പോർട്ടുള്ളത് ഇവിടുത്തെ കുറച്ച് നാട്ടുകാരും മെമ്പറുമായിട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടുത്തെ പ്രമോട്ടറിനെ അടുത്ത് ചോദിച്ചപ്പോ പറഞ്ഞ് ഇവിടെ ആർക്കും ചാർജ് കൊടുത്തിട്ടില്ല, ഒരു പ്രമോട്ടറിന് ചാർജ് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. ചാർജ് എടുത്താലല്ലേ നമുക്ക് ഇവിടെ വന്നിട്ട് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന്. അപ്പൊ നമ്മളിപ്പോ ആരെടുത്താ പറയണ്ടേ? ഏറ്റവും അടുത്തുള്ള ആളെന്ന് വെച്ചാൽ നമുക്ക് പ്രമോട്ടറാണ്. അപ്പൊ പ്രമോട്ടർ അടുത്ത് പറയാത്ത കാര്യങ്ങളാണ് പിന്നെ നമ്മൾ മെമ്പർ അടുത്ത് പറയണ്ടേ. താഴെത്തട്ടിൽ തന്നെ തുടങ്ങേണ്ടത്. ഇപ്പം പ്രമോട്ടർ അടുത്ത് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയാ. ആരെന്ന് പോലും അറിയത്തില്ല. അപ്പൊ കറണ്ട് ബില്ലൊക്കെ നിങ്ങൾ ആരുമില്ല. കറണ്ട് ബില്ല് നമ്മുടെ കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നുണ്ട് ശരിക്കും പറഞ്ഞാല്. പക്ഷെ ഈ റോഡില്ല, വെള്ളമില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാ. പിന്നെ ആ ഭാഗത്തെന്ന് വെച്ചാൽ ഫോറസ്റ്റ് ആ ഭാഗങ്ങളൊക്കെ ആ താഴെ ഭാഗത്തേക്കൊന്ന്. പക്ഷെ നമുക്ക് യാതൊരു സെക്യൂരിറ്റിയും ഇല്ല ഇവിടെ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ സുരക്ഷിതരല്ല. പിന്നെ എത്രയോ ആൾക്കാരല്ലേ ഇപ്പൊ മീൻ പിടിക്കാനൊക്കെ ആയിട്ട് കുറെ ആൾക്കാർ വരുന്നുണ്ട്. റോഡും വെള്ളവും ഒക്കെ നല്ല രീതിയിലായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റും. പിന്നെ എന്താന്ന് വെച്ചാല് ഈ പ്രോജക്ട് എന്തിനാന്ന് നമ്മളിപ്പോ അങ്ങോട്ട് ചോദിക്കുകയാണ്. നമുക്കൊരു വരുമാന മാർഗം ഒന്നും ഇല്ല ഇവിടെ. നമ്മളെന്ന് വെച്ചാല് ഞങ്ങളെവിടെയെന്ന് വെച്ചാൽ കാരുമ്പാടി ആ ഭാഗത്തേക്ക് ഫുൾ വയലും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്ന ആൾക്കാരാണ്. അവിടുത്തെ വയൽ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ കുറച്ച് ദിവസമൊക്കെ അങ്ങനെ നടന്നു പോയത്. പക്ഷെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോ മെയിനായിട്ട് നമുക്ക് വരുമാന മാർഗമില്ല. ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ട് നമ്മൾ പണിയെടുക്കേണ്ട എന്തായാലും. ഇവിടുന്ന് ഇപ്പൊ പോകണമെങ്കിൽ 9:45 ഒരു ബസ് ഉള്ളത്. ഫസ്റ്റ് ബസ് മേപ്പാടിന്ന് മീനങ്ങാടിക്ക്. 10:45 ആൾക്കാരും പിന്നെ മീനങ്ങാടി മേപ്പാടി അപ്പുറത്തെ ഭാഗത്തേക്കൊക്കെ ഉള്ള ആൾക്കാരാണ്. മേപ്പാടിക്ക് ബസ് ഉണ്ട്, പക്ഷെ മീനങ്ങാടിക്കില്ല. ഇവിടെ ഇപ്പോ ഈ കാടൊക്കെ വെട്ടി വൃത്തിയാക്കി റോഡും അതുപോലെ തന്നെ വെള്ളത്തിന്റെ ഒക്കെ പ്രശ്നങ്ങൾ പരിഹരിച്ച നിങ്ങളുടെ പ്രശ്നങ്ങൾ ഒരു പരിധിയിലധികം തീരുമെന്നാണ് വിശ്വാസം.